നമസ്കാരം. ദ മിഡിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം. ഇന്ന് നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആണ്. സംസ്ഥാനം ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ വിശാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഡോക്ടേഴ്സ് ഡേ കടന്നു പോകുന്നത്. ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ പൊതുജനാരോഗ്യ മേഖലയിൽ കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കഴിഞ്ഞ ദിവസം പരസ്യമായി വെളിപ്പെടുകയും അതിൻ്റെ പിന്നാലെ അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയിൽ വലിയ പ്രതിസന്ധികളുണ്ട്, വലിയ പോരായ്മകളുണ്ട് എന്നതെല്ലാം പരസ്യമായ രഹസ്യമാണ്. പക്ഷേ നാളിതുവരെ അത് വേണ്ട രീതിയിൽ സർക്കാർ കൈകാര്യം ചെയ്തിട്ടില്ല, പ്രതിപക്ഷം അത് ഉയർത്തിക്കൊണ്ടുവന്നിട്ടില്ല, മാധ്യമങ്ങൾ പോലും അത് വലിയ വാർത്തയാക്കി മാറ്റിയിട്ടില്ല. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ തന്നെ അത് തുറന്നു പറഞ്ഞപ്പോഴാണ് ഇത്രയും വലിയൊരു പ്രശ്നം മതിയായ രീതിയിലെങ്കിലും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് എന്നതാണ് മറ്റൊരു കാര്യം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായ ഡോക്ടർ ഹാരിസ് ചിറക്കലാണ് കഴിഞ്ഞ ദിവസം തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങളുടെ ദൗർലഭ്യത്തെക്കുറിച്ചും അതുമൂലമുണ്ടാകുന്ന പ്രതിസന്ധിയെക്കുറിച്ചും ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരുന്നതിനെക്കുറിച്ചും രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും ബന്ധുക്കളുമൊക്കെ അനുഭവിക്കുന്ന വലിയ ദുരിതത്തെക്കുറിച്ചുമൊക്കെ തുറന്നു പറഞ്ഞത്. അദ്ദേഹത്തിനെതിരെ വ്യാപകമായ എതിർപ്പുകളൊക്കെ വന്നു. അദ്ദേഹത്തിന് ആദ്യഘട്ടത്തിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു. പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അദ്ദേഹം എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയുമുണ്ടായി. ഇതിൻ്റെ പേരിൽ വിമർശനങ്ങൾ വന്നെങ്കിലും പക്ഷേ ആ വിമർശനത്തിലൂടെ അദ്ദേഹത്തെ ഒതുക്കി നിർത്താൻ കഴിയുമെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിമോശം ആരും കാണിച്ചില്ല. ആരോഗ്യമന്ത്രി പോലും അദ്ദേഹം വളരെ മികച്ച ഡോക്ടറാണെന്നും സത്യസന്ധനും ആത്മാർത്ഥതയുമുള്ള ഡോക്ടറാണെന്നുമൊക്കെ പറയുകയും പക്ഷേ കാരണം അദ്ദേഹം തുറന്നു പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മന്ത്രി തയ്യാറായിട്ടില്ല എന്നതുമാണ് മറ്റൊരു വസ്തുത. എന്തായാലും അതിനുശേഷം കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിൽ നടക്കുന്നത് നാം കാണുകയുണ്ടായി. ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിപക്ഷം സമരമുഖത്തേക്ക് പ്രവേശിക്കുകയും സംസ്ഥാനത്തുടനീളം സമരം നടത്തുകയും ചെയ്യുന്നുണ്ട്. മാധ്യമങ്ങൾ ഇത് വലിയ ചർച്ചയാക്കുന്നുണ്ട്. എന്തായാലും സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ പോലും ആരോഗ്യരംഗത്തെ കാര്യങ്ങൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകൾ അടക്കമുള്ള സർക്കാർ ആശുപത്രികളിലുള്ള ഈ പ്രതിസന്ധികൾ ഇങ്ങനെയെങ്കിലും ചർച്ചയായത് ഒരു വലിയ കാര്യമായിട്ട് വേണം കാണാൻ. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഈ ആരോഗ്യമന്ത്രി ഓടി വന്നിട്ട് പറഞ്ഞു, കുഴപ്പം കണ്ടുപിടിച്ചു, സിസ്റ്റത്തിനാണ് കുഴപ്പം. അതായത് ഈ ഇടത് സർക്കാരിൻ്റെ തുടർച്ചയായിട്ടുള്ള 9ാമത്തെ വർഷമാണ്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ വർഷമാണ്. കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ആദ്യത്തെ 5 വർഷത്തിനിടയ്ക്കാണ് ഈ പറഞ്ഞ നമ്മുടെ ഈ പ്രളയം, നിപ്പ, കോവിഡ് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം പിന്നെയും വർഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് പെട്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വന്നിട്ട് കണ്ടുപിടിച്ചുള്ളത് സിസ്റ്റത്തിനാണ് പ്രശ്നം. എത്രാമത്തെ കൊല്ലം? 9ാമത്തെ കൊല്ലം. ഇനി 7 മാസം കൂടെ ഉള്ളപ്പോഴാണ് മനസ്സിലായത് മന്ത്രിക്ക് സിസ്റ്റം പ്രശ്നമാണെന്ന്. അപ്പം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം പ്രശ്നമായല്ലോ, പിഴ സിസ്റ്റത്തിനാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ വരാം. ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഈ മന്ത്രി ഒരു മരുന്ന് കുറിപ്പിടിയൊക്കെ ആയിട്ട് നേരെ ഫാർമസിയിൽ ചെന്നിട്ട് ഈ മരുന്നുണ്ടോ, ആ മരുന്നുണ്ടോ, മറ്റേ മരുന്നുണ്ടോ, എന്താ ഇല്ലാത്തേ പാവം പിടിച്ച ഫാർമസിസ്റ്റുകൾ അവരാണോ പർച്ചേസ് ഓർഡർ കൊടുക്കുന്നത്? ഈ കുറിപ്പടിയും കൊണ്ട് അന്നേരം പോയിട്ട് ഫാർമസിസ്റ്റിനോട് ചോദിച്ചിട്ടാണ് ഒരു മന്ത്രി ഈ മരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്? പർച്ചേസ് ഓർഡർ കൊടുക്കേണ്ടുന്ന ആൾക്കാരോട് ഉണ്ട്, ഇതിലൊക്കെ തീരുമാനം എടുക്കേണ്ടുന്ന ആൾക്കാരുണ്ട്, ഇവിടെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുണ്ട്, ഉത്തരവാദിത്തമുള്ള ആൾക്കാരുണ്ട്. ഇതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് സിസ്റ്റത്തിനാണ് പിഴവ് എന്ന് പറയുമ്പോൾ സിസ്റ്റം തെറ്റിച്ചുകൊണ്ട് തന്നെ മന്ത്രി അത് കാണിച്ചു കൊടുക്കുകയാണ്. ആർക്കാണ് പിഴവ്? സിസ്റ്റം എന്ന് വെച്ചാൽ അത് മന്ത്രിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് സിസ്റ്റം മന്ത്രിയാവുന്നു? ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരുപാട് ഉദ്യോഗസ്ഥർ ഒക്കെ അടങ്ങുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിലാണ് രോഗികൾ. അവിടെ ചെല്ലുന്ന രോഗികൾ, അസുഖം വരുന്നവരാണ് ഈ സിസ്റ്റത്തിലെ ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത്. ഈ അസുഖം വരുന്ന രോഗി ആശുപത്രി ചെല്ലുമ്പോൾ അവിടെ അവനെ നേരിട്ട് ചികിത്സിക്കുന്ന ഡോക്ടർമാർ, കമ്പൗണ്ടർമാർ, നഴ്സുമാർ, അവിടെ തൂക്കുന്ന ആൾക്കാർ, പിന്നെ രക്തം കൊടുക്കാൻ വരുന്നവർ, ഈ മരുന്നിൻ്റെ പർച്ചേസിങ് നടത്തുന്നവർ, ഫാർമസിസ്റ്റുകൾ തുടങ്ങി ആംബുലൻസുകൾ തുടങ്ങി ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കെ, ഇതിനൊരു സംവിധാനം ഉണ്ടായിരിക്കെ, ഇതൊക്കെ നോക്കി നടത്തി നിയന്ത്രിച്ച് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ആളാണ് മന്ത്രി. ആ കാര്യം
ഇതുവരെ സമ്മതിക്കാൻ വീണ ജോർജ് തയ്യാറായിട്ടില്ല. അതായത് ഈ സിസ്റ്റം, ശരിയായ ഒരു സിസ്റ്റം ഉണ്ടാക്കേണ്ട ആളാണ് മന്ത്രി. കഴിഞ്ഞ 4 വർഷമായിട്ട് ആ സിസ്റ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഉള്ള സിസ്റ്റം ഏറ്റവും കുത്തഴിഞ്ഞതാണ് എന്നാണ് മന്ത്രി തന്നെ സമ്മതിക്കുന്നത്. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പലപ്പോഴും നമ്മുടെ ഹെൽത്ത് ഇൻഡെക്സിൽ നമ്മൾ നാഷണൽ ടോപ്പാണ്. നമ്മുടെ ആരോഗ്യ മേഖല വളരെ ഗംഭീരമാണ്. അത് നമുക്കറിയാം, നാഷണൽ ഇൻഡെക്സ് ആണ്. അപ്പം കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്നത് അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ടോപ്പായിരിക്കെ തന്നെ നമ്മൾ വിചാരിക്കും നമ്മുടെ ആരോഗ്യ മേഖല ഒക്കെയാണ്, അത്യാവശ്യം നമുക്ക് എവിടെ ചെന്നാലും ആശുപത്രികളുണ്ട്, സംവിധാനങ്ങളുണ്ട് എന്നൊക്കെ വിചാരിക്കും. നമ്മളതിനെ അഭിമാനത്തോടെ കാണുകയും ചെയ്യുന്നു. അപ്പോഴും ചില മനുഷ്യർ പറയുന്നുണ്ട് ഇതൊരു തട്ടിപ്പാണ്, ഇതൊരു PR വർക്കാണ്, കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിച്ചു പോയത് സാധാരണക്കാരാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് വേറൊരു അനുഭവമുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. സാധാരണക്കാർ വിചാരിച്ചു പോയി ഞങ്ങളുടെ സർക്കാരിനെ കരിവാരി തേക്കാൻ കരുതി കൂട്ടി പ്രതിപക്ഷം പറയുന്നതല്ലേ ഇത്, എവിടെയാണ് അല്ലെങ്കിൽ പിന്നെ നാഷണൽ ഇൻഡെക്സിൽ ഇത് ടോപ്പായിട്ട് വരുമോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമാവുകയാണ് പലതും കൃത്യമായല്ല നടക്കുന്നത്. ഒരു ഡോക്ടർ ഗതികെട്ട് ഗത്യന്തരമില്ലാതെ വയ്യ, മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ്. എനിക്ക് രോഗികളോട് കടപ്പാടുണ്ട്. അവരുടെ സർജറി മാറ്റി വയ്ക്കുമ്പോൾ എനിക്ക് വേദനയുണ്ട്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് സംഭവിച്ചാലും ഇതിൻ്റെ പേരിൽ എന്താണോ വരുന്നത് അതിനെ നേരിടാൻ തയ്യാറായിക്കൊണ്ട് ഞാനിതാ തുറന്ന് പറയാൻ, ഇവിടെ മരുന്നും മന്ത്രമൊന്നുമില്ല, ഇത് കുത്തി കീറാനുള്ള കത്രികയില്ല, ഒരു സുനാമണിയുമില്ല എന്ന് ചുരുക്കത്തിൽ അങ്ങേര് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ മാധ്യമങ്ങൾ ചെന്ന് ഈ വിഷയം ഏറ്റെടുക്കുമ്പോൾ അവസാനം ഗതികെട്ട് സമ്മതിക്കേണ്ടി വരികയാണ്. ഇവിടെ ഇതൊന്നും കൃത്യമായല്ല നടക്കുന്നത്. അപ്പോൾ ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഈ PR വർക്കും ഈ തള്ളും ഒക്കെ മാറ്റിവെച്ചിട്ട് എവിടെയൊക്കെയാണ് പ്രശ്നം എന്ന് ഒന്ന് പഠിക്കാൻ, മിനിമം ഒന്ന് പഠിക്കാനെങ്കിലും മന്ത്രി തയ്യാറാകണം. ആര് വിളിച്ചാലും ഫോൺ എടുക്കില്ല, MLA വിളിച്ചാൽ പോലും ഫോൺ എടുക്കില്ല എന്ന് ചീത്തപ്പേരുള്ളൊരു മന്ത്രിയാണ് വീണ ജോർജ്. ആ മന്ത്രിയാണ് സിസ്റ്റത്തെപ്പറ്റി പറയുന്നത് എന്ന് കേൾക്കുമ്പോഴാണ് വല്ലാതെ പൊട്ടിച്ചിരിക്കാൻ തോന്നുന്നത്. അല്ല, സിസ്റ്റം ഇല്ല എന്ന് പറഞ്ഞാൽ താൻ ഈ പണിക്ക് കൊള്ളില്ല എന്ന് തന്നെ മന്ത്രി സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആ സിസ്റ്റം ഉണ്ടാക്കേണ്ട ആളാണല്ലോ മന്ത്രി. മാത്രമല്ല, ബിനോയ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫാർമസിയിൽ കയറി ചെന്നിട്ട് അതുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലുള്ള നാടകങ്ങൾ നമ്മൾ മുമ്പും കണ്ടതാണ്. ആശുപത്രിയിലൊക്കെ ചില സമയത്ത് ഈ സർപ്രൈസ് വിസിറ്റ് നടത്തിയിട്ട് അവിടെ ആളാകാനും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനും ഒക്കെ നടത്തുന്ന ശ്രമം, അതൊന്നുമല്ല വേണ്ടത്. സിസ്റ്റം ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഈ മരുന്നുകളൊക്കെ ഫാർമസികളിൽ ഉണ്ടായിരിക്കും എന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ ഭരണത്തിൻ്റെ തലപ്പത്തുള്ള ഒരാൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് ആരോഗ്യത്തിന് വേണ്ടി ഒരു പ്രത്യേക വകുപ്പും അതിനൊരു മന്ത്രിയും എല്ലാം ഉണ്ടായിരിക്കും. റോബോട്ടിനെ വെച്ചാൽ പോലെ അവിടെ കാരണം ഏറ്റവും സാധാരണക്കാരായ ആളുകളെപ്പോലും ബാധിക്കുന്ന, സാധാരണക്കാരായ ആളുകളെയാണ് കൂടുതൽ ബാധിക്കുന്നത്. കാരണം അവരാണല്ലോ ഈ സർക്കാർ ആശുപത്രികളിൽ ചെല്ലുന്നത്. എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ മറ്റുള്ളവരൊക്കെ പ്രൈവറ്റ് സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്ന ഒരു കാലമാണിത്. അവിടെയാണ് ഈ ഗതി. കാരണം ഒരാൾ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകുന്നത് അയാൾക്കോ അല്ലെങ്കിൽ അയാളുടെ ഉറ്റവർക്കോ ഒരു അസുഖം വരുമ്പോഴാണ്. അങ്ങനെ ചെല്ലുമ്പോഴാണ് ഈ ഡോക്ടർ ഹാരിസ് തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്, ഈ രോഗിയുടെ ആളുകൾ തന്നെ പണമിട്ട് ഈ സർജറിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കേണ്ട സ്ഥിതിയാണ് പലപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ നടത്തേണ്ട സർജറികൾ പോലും ഉണ്ടായിട്ടുണ്ട് എന്നത്. എന്തായാലും ഈ കാര്യം ഡോക്ടർ ഹാരിസിലൂടെ ഇത് വലിയ ചർച്ചയായത്. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും എന്തു മാറ്റമുണ്ടാകും എന്നതാണ് നമുക്ക് കണ്ടറിയാനുള്ളത്. ഈ ആരോഗ്യവകുപ്പ് ഇതിനെ ന്യായങ്ങൾ പറഞ്ഞ് ന്യായീകരിച്ച് ക്യാപ്സൂളുകൾ കൊണ്ട് മറികടക്കാൻ ശ്രമിക്കുമോ അതോ സിസ്റ്റം ഉണ്ടാക്കുമോ എന്നത് ഒരു കാര്യം. മറ്റൊന്ന്, കഴിഞ്ഞ കുറേ കാലമായി കാര്യമായ വിഷയങ്ങളിലൊന്നും സമരത്തിന് പോകാത്തവരാണ് പ്രതിപക്ഷം. പല സമരങ്ങളും, ആശമാരുടെ സമരമാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമരമൊക്കെ ഏറ്റെടുക്കുകയും അതിന് പിന്തുണ കൊടുക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു വിഷയം വന്നപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം കേരളത്തിലുടനീളം സമരത്തിനിറങ്ങി എന്നതാണ് മറ്റൊരു കാര്യം. ഈ വിഷയവും പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചതല്ല, അത് ഒരു ഡോക്ടർ ചൂണ്ടിക്കാണിക്കേണ്ടി വന്നു. എന്നായാലും പ്രതിപക്ഷം സമരത്തിനിറങ്ങിയിട്ടുണ്ട്. അവരുടെ പ്രക്ഷോഭ മുഖത്താണ് പ്രതിപക്ഷമുള്ളത് എന്നൊന്ന്. മറ്റൊന്ന്, മാധ്യമങ്ങളും ഇത് വളരെയധികം ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു മാറ്റമുണ്ടാകും. സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ മന്ത്രിക്ക് ഒരു സിസ്റ്റം ഉണ്ടാക്കേണ്ടി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും ഈ കേരളത്തിൽ തന്നെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നിൽക്കുന്ന ഈ തലസ്ഥാനത്ത് തന്നെ എത്ര വൻകിട സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുണ്ട്. ഈ കാലത്തിനിടയ്ക്ക് ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ സർക്കാർ സംവിധാനങ്ങൾ ഇത്രത്തോളം പുരോഗമിച്ചു എന്ന് നമ്മൾ ഗീർവാണം വിടുമ്പോൾ ഇതിലേതെങ്കിലും ഒരു ആശുപത്രി നടത്തിപ്പിന് പറ്റാത്തത് കൊണ്ട് രോഗികൾ അവിടെ ചെല്ലുന്നില്ല, ഇവിടെ പിൻവാങ്ങിയതായിട്ട് അറിയാമോ? അവർ ഓരോ പുതിയ സ്പെഷ്യാലിറ്റികളും പുതിയ ആശുപത്രികൾ മുളച്ചു പൊന്തുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം ഈ സാധാരണ സർക്കാർ സംവിധാനങ്ങളിൽ വിശ്വാസമില്ലാതെ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ പൈസ ആധാരം പണയം വെച്ചിട്ട് വസ്തു പണയം വെച്ചിട്ടാണെങ്കിലും എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് വേറെ നിവൃത്തിയില്ല എന്നുള്ളതുകൊണ്ട് ഈ സർക്കാർ ആശുപത്രികളിലെ ഈ ഒന്നുമില്ലാത്ത സംവിധാനങ്ങളിലേക്ക് ചെല്ലുന്നതിന് പകരം കുറച്ച് കാശ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുത്തിട്ടാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാമെന്ന് സാധാരണക്കാരൻ വിചാരിക്കുന്നതുകൊണ്ടും കൂടെയാണ് ഈ സ്വകാര്യ ആശുപത്രികളെ തേടി പോകുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവരനുദിനം പുതിയ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകൾ വയ്ക്കുന്നത്,
നിർമ്മിക്കുന്നത്, പുതിയ പുതിയ ബ്രാഞ്ചുകൾ ഇടുന്നത്, അല്ലെങ്കിൽ ഇവിടെ മെഡിക്കൽ കോളേജിനല്ലേ ബ്രാഞ്ച് ഉണ്ടാകേണ്ടത്. എന്തായാലും അങ്ങനെ ഒരു സംഭവം എന്തായാലും നടക്കുന്നില്ലല്ലോ. മറ്റൊരു കാര്യം, ഇത് തുടങ്ങിയിട്ട് ഇപ്പം നമ്മൾ വിചാരിക്കും ഇപ്പോൾ വീണ ജോർജിൻ്റെ പ്രശ്നമാണെന്ന്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നൊരു കാര്യം, എൻ്റെ അമ്മയുടെ ക്യാൻസർ ചികിത്സയ്ക്ക് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുവന്നു. 2019 സമയം, അതായത് കോവിഡ് വന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പം ട്രീറ്റ്മെൻറ്റൊക്കെ സർജറി കഴിഞ്ഞിട്ട് നന്നായി അമ്മയെ നോക്കി, അക്കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ഡോക്ടർമാർ അവർ കൃത്യമായി നോക്കി. അതിനുശേഷം ഇവിടുന്ന് കീമോതെറാപ്പി പുനലൂർ, എൻ്റെ സ്വന്തം സ്ഥലം പുനലൂർ ആയതുകൊണ്ട് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ അവിടെ ഒരു ഓങ്കോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ നമുക്ക് കീമോതെറാപ്പി ചെയ്യാം. കോവിഡ് ആയതുകൊണ്ട് അവിടെ ചെയ്തു എന്ന് ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അവിടെ ചെയ്തു. കീമോതെറാപ്പി 2 സൈക്കിളും കഴിഞ്ഞ് റേഡിയേഷനിലേക്ക് പോകുമ്പോൾ ഡോക്ടറെ കാണാൻ വന്നപ്പോൾ ഡോക്ടർ RCCയിലേക്കാണ് എഴുതുന്നത്. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഡോക്ടർ ഇവിടെ റേഡിയോ തെറാപ്പി ചെയ്യാനുള്ള സംവിധാനമില്ലേ? ഇവിടെ സംവിധാനമുണ്ട്, പക്ഷേ അത് കംപ്ലൈൻ്റ് ആയിട്ട് കുറച്ച് വർഷങ്ങളായി എന്ന് പറഞ്ഞു. ശരി, നമുക്ക് കുറച്ച് വർഷങ്ങളായി അതായത് കംപ്ലൈൻ്റായി ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ചോദിച്ചത് മാധ്യമങ്ങളോടൊന്നും പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും ഇതിന് പരിഹാരം ഉണ്ടാകുന്നില്ല. അന്ന് ശൈലജ ടീച്ചറാണ് മന്ത്രി. ഞാൻ അന്ന് പക്ഷേ ഈ പറഞ്ഞ പോലെ RCCയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് അന്ന് പറ്റില്ല. അപ്പം ഉയർന്ന റേറ്റാണ്, നമുക്ക് താങ്ങാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് തന്നാൽ മതി. ഞാൻ അവിടെ നിന്നാണ് അമ്മയുടെ റേഡിയേഷൻ തെറാപ്പി ചെയ്തത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ പേരൂർക്കട ആശുപത്രിയിൽ ശൈലജ ടീച്ചർ അന്നത്തെ ഒരു പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിനാണെന്ന് തോന്നുന്നു അവിടെ വന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പേഴ്സണലായിട്ട് ടീച്ചറിനെ കണ്ട് പറഞ്ഞു, ടീച്ചറെ ഇങ്ങനൊരു സംഭവമുണ്ട്, നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റേഡിയേഷൻ മെഷീൻ കംപ്ലൈൻ്റ് ആയിട്ട് വർഷങ്ങളായെന്നാണ് അവിടെ നിന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കേസിൽ ഇങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധ വെച്ചാൽ ഇനി നമ്മളെക്കാൾ മോശം സാമ്പത്തിക അവസ്ഥയിലുള്ള രോഗികളെ സംബന്ധിച്ച് അതൊരു വലിയ ഉപകാരമായിരിക്കും. ആണോ, നമുക്ക് ഉടനെ നോക്കാം മോനെ, ഉടനെ പരിഹരിക്കാം. ആ പറച്ചിൽ കേട്ടപ്പോൾ ഞാൻ വിളിച്ചത് പിറ്റേ ദിവസം അവിടെ റേഡിയേഷൻ മെഷീൻ വരുമെന്നാണ്. പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ അന്വേഷിച്ചപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. ഇപ്പോഴെങ്ങാനും മാറി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് സിസ്റ്റം ഇല്ല എന്ന് പറയുന്നത് സത്യമാണ്. അന്നുമില്ല ഇന്നുമില്ല. അന്ന് ശൈലജ ടീച്ചറോട് നേരിട്ട് ഈ കാര്യം പറയുമ്പോൾ ഞാൻ അവസാനത്തെ ആളായിരിക്കും എന്ന് പറഞ്ഞു. അതിന് മുമ്പ് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് താല്പര്യമുള്ള ചില കാര്യങ്ങളിൽ താല്പര്യമുള്ളതുപോലെ പ്രവർത്തിക്കുന്നതാണ് അവരുടെ സിസ്റ്റം. എന്നിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഗതികെട്ട് ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ആരെങ്കിലും തുറന്ന് പറയുമ്പോൾ അപ്പോൾ അത് സിസ്റ്റമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നത് തന്നെയാണ് സിസ്റ്റമില്ലായ്മ. ഇതൊക്കെ മാറണം, വല്ലാതെ മാറണം. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച്, ഒരുപാടങ്ങ് തെറ്റിദ്ധരിപ്പിച്ച് PR വർക്ക് കൊണ്ടൊന്നും ഒരു മേഖലയ്ക്കും വലുതാണെന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അല്ല, മറ്റു പല മേഖലകളും കൃത്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പല മേഖലകളിലും കൃത്യമായി സിസ്റ്റമുണ്ട്. പക്ഷേ ഏറ്റവും അത്യന്താപേക്ഷിതമായൊരു മേഖലയാണ് ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. നമ്മളെ പലതവണ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾ അവരുടെ ഏറ്റവും മോശം കാലഘട്ടത്തിൽ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ് ആശുപത്രികൾ, സർക്കാർ ആശുപത്രികൾ എന്ന് പറയുന്നത്. അവിടെയാണ് ആദ്യം സിസ്റ്റം ഉണ്ടാക്കേണ്ടത്. ഈ ഒരു ഡോക്ടറുടെ തുറന്നു പറച്ചിലെങ്കിലും സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കട്ടെ, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ ഇനിയെങ്കിലും സർക്കാരിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ മിഡിൽ ഗ്രൗണ്ട് ഇവിടെ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.